Good morning to all. നമുക്ക് ഇനി അടുത്ത സെക്ഷൻ പ്രെഡിക്കേറ്റ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ് എന്നുള്ളതാണ്. ഇപ്പം രണ്ടാഴ്ചത്തേക്ക് ലൈവ് ക്ലാസ് കാണത്തില്ല. ഞാൻ വീട്ടിൽ ഹോം ക്വാറൻറ്റൈനിലാണ്. അപ്പോൾ ഇവിടെ ലൈവ് ക്ലാസ് എടുക്കാനുള്ള റേഞ്ച് ചില സമയത്ത് കാണത്തില്ല. അപ്പോൾ ഞാൻ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലാതെ വരും. അതുകൊണ്ട് ഈ രണ്ടാഴ്ച എന്തായാലും റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. ചിലപ്പോൾ 3 ആഴ്ച വരെ കാണും. കാരണം എനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ 7 ഡേയ്സും കൂടി ഇരിക്കേണ്ടി വരും. മൊത്തം 17 ഡേയ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമുക്ക് രണ്ടാഴ്ചത്തേക്കുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാനുള്ളത് പ്രെഡിക്കേറ്റ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞാൻ നോട്ട് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നോട്ട്സ് തരാഞ്ഞത്. ബാക്കി നമുക്ക് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നോട്ട്സ് തന്നിരിക്കോളാം. അപ്പം നമുക്ക് പ്രെഡിക്കേറ്റ് എന്താണെന്നുള്ളതാണ് ആദ്യം പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് പല സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. ഒരു പ്രൊപ്പോസിഷൻ ആണോന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വാട്ട് ടൈം ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യനാണ്. അതായത് ട്രൂന്നോ ഫോൾസെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രൊപ്പോസിഷനല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേരിയബിൾസ് ഇൻവോൾവ് ആണെങ്കിൽ ഇപ്പോൾ x+1 = 2 x+1 = 2 എന്ന് പറയുമ്പോൾ ആ എക്സിനൊരു വേരിയബിളിന് വാല്യൂ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു പ്രൊപ്പോസിഷൻ ആവത്തുള്ളൂ. അല്ലാതെ ചുമ്മാ x+1 = 2 എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രൊപ്പോസിഷൻ ആകുന്നില്ല. കാരണം നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എക്സിൻ്റെ വാല്യൂ അനുസരിച്ചേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയൊക്കെ നമുക്ക് വേറൊരു രീതിയിൽ കൺസിഡർ ചെയ്യാം. എക്സ് നമ്മളൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി. പ്രെഡിക്കേറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്നുള്ളതാണ് ഇനി ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അതിനകത്ത് എക്സിനെ നമ്മൾ സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ ആ എക്സ് ആണ് അവിടുത്തെ സബ്ജക്റ്റായിട്ട് നമ്മൾ വരുന്നത്. എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എക്സിനെ നമ്മൾ സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് എന്നും ഈസ് ഗ്രേറ്റർ ദാൻ 3യെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നുമാണ് പറയുന്നത്. ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തെ ആ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ടിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 ജസ്റ്റ് ഒരു എക്സാമ്പിൾ അതിനകത്തുള്ളതെന്ന് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ആ എക്സിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് എന്നും ഗ്രേറ്റർ ദാൻ 3നെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നുമാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ ആ പ്രെഡിക്കേറ്റ് നമുക്ക് അതിന് നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്, നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് വായിക്കുന്നത് നമ്മൾ പി ഓഫ് എക്സ് എന്ന് നമ്മൾ പ്രെഡിക്കേറ്റ് നമുക്ക് കൊടുക്കാം. പി ഓഫ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളതാണ്. ആ പി ഓഫ് എക്സ് വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ പി ഓഫ് എക്സ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു പ്രെഡിക്കേറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പം പി ഓഫ് എക്സ് നമ്മൾ വായിക്കേണ്ടത് എന്താണ്, എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, 1 ഈസ്, അപ്പോൾ എക്സിന് പകരം 1 കൊടുക്കുന്നതിനെയാണ് നമ്മൾ പി ഓഫ് 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 ഈസ് ഗ്രേറ്റർ ദാൻ 3 അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സിനൊരു വാല്യൂ കൊടുക്കുമ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് പറയാൻ പറ്റും. പ്രെഡിക്കേറ്റിൻ്റെ കേസിൽ അങ്ങനെയാണ്. പ്രെഡിക്കേറ്റ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്ന ഒരു വേരിയബിൾസിൻ്റെ കേസാണ്. അങ്ങനെ എത്ര വേരിയബിൾസിന് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഒറ്റ വേരിയബിളിൻ്റെ കേസാണ്. അപ്പോൾ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ അവിടെ 1 ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 1 ഗ്രേറ്റർ ദാൻ 3 അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇനി പി ഓഫ് -1 എന്ന് വേണം പറയുവാണെങ്കിൽ പി ഓഫ് -1 എന്ന് പറയുന്നത് എന്താണ്, -1 ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ള അതും നമുക്കറിയാം -1 ഗ്രേറ്റർ ദാൻ 3 അല്ല, ഫോൾസ് ആണ്. ഇനി നമുക്ക് പി ഓഫ് 5 എടുക്കുവാണെങ്കിലോ പി ഓഫ് 5 എന്ന് പറയുന്നത് 5 ഈസ് ഗ്രേറ്റർ ദാൻ 3 അത് ട്രൂ ആ. അപ്പോൾ പി ഓഫ് 5 ട്രൂ ആന്ന് നമുക്ക് പറയാം. ഇനി പി ഓഫ് 3 എടുത്താലോ 3 ഈസ് ഗ്രേറ്റർ ദാൻ 3 അതാണോ, അല്ല 3 ഈക്വൽ ടു 3 ആണ്. അപ്പോൾ പി ഓഫ് 3 ഇവിടെ ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് അതനുസരിച്ച് ആ പ്രെഡിക്കേറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളത് എടുത്തതാണ്. അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3ക്കകത്ത് നമ്മൾ എക്സിന് വാല്യൂ മാറുന്നതനുസരിച്ച് പ്രെഡിക്കേറ്റ് മാറിക്കൊണ്ട് ഇപ്പം പി ഓഫ് 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ്, പി ഓഫ് 2 ഫോൾസ് ആണ്, പി ഓഫ് 3 ഫോൾസ് ആണ്. പക്ഷേ 3യിൽ കൂടുതലുള്ള ഏത് നമ്പർ എടുത്താലും പി ഓഫ് ദാറ്റ് നമ്പർ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അതാണ് പ്രെഡിക്കേറ്റ്. അപ്പം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് 2 പാർട്ടായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആ വേരിയബിളിനെ നമ്മൾ സബ്ജക്റ്റായിട്ടും ബാക്കി പാർട്ടിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രെഡിക്കേറ്റ് എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് മോർ ദാൻ 2 വേരിയബിൾസിന് കൊടുക്കാൻ പറ്റും. മോർ ദാൻ 1 വേരിയബിളിന് 1ൻ്റെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ അത് ഒറ്റ വേരിയബിളിൻ്റെ കേസാണ്. ഇനി നമ്മൾ വേറൊരെണ്ണം പറയുവാണ് x+y = 2.
എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൽ നമുക്ക് പി ഓഫ് എക്സ് വൈ ആയിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ എടുക്കാം. അപ്പോൾ അത് രണ്ട് വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് രണ്ട് വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റ് ആണ് വരുന്നത്. ആ രണ്ട് വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എക്സിനും വൈക്കും വാല്യൂ കൊടുത്താലേ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് നമ്മൾ ഇപ്പോൾ എടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സിനും വാല്യൂ കൊടുക്കണം, വൈക്കും വാല്യൂ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ രണ്ട് വേരിയബിൾസ് ഉള്ള പ്രെഡിക്കേറ്റിന്റെ കേസിൽ ആ രണ്ട് വേരിയബിൾസിനും വാല്യൂസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2. ആ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നുള്ള അതിനെയാണ് നമ്മൾ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പം പി ഓഫ് എക്സ് വൈയുടെ മീനിങ് എന്താ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നുള്ള. അപ്പം നമ്മൾ അതിന് വാല്യൂസ് കൊടുക്കണം. അപ്പം നിങ്ങളൊന്ന് പേപ്പറിൽ എഴുതി നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുത്തു. എക്സിന് വൈയും വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2ന്റെ അകത്ത് നമ്മൾ പി ഓഫ് 1 2 കൺസിഡർ ചെയ്യുക. പി ഓഫ് 1 2 കൺസിഡർ ചെയ്യുമ്പം എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കണം. അപ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അത് ട്രൂ ആണോ? അല്ല, അപ്പോൾ അത് ഫോൾസ് ആണ്. അപ്പം നമുക്ക് പി ഓഫ് 1 2 ഫോൾസ് ആണെന്ന് പറയാം. ഇനി നമ്മൾ പി ഓഫ് 0 2 എടുത്തു. പി ഓഫ് 0 2 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് 0യും വൈക്ക് 2ഉം കൊടുത്തു. അപ്പോൾ പി ഓഫ് 0 2 എന്ന് പറയുമ്പോൾ എക്സ് 0 വൈ 2. അപ്പോൾ 0 പ്ലസ് 2 ഈക്വൽ ടു 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ നമുക്ക് പി ഓഫ് 0 2 എന്നുള്ള പറയുന്നത്. അപ്പോൾ ആ പ്രെഡിക്കേറ്റ് നമ്മൾ പി ഓഫ് 0 2 എന്നുള്ള വാല്യൂ നമ്മൾ പറയുമ്പോൾ എന്താ? 0 പ്ലസ് 2 ഈക്വൽ ടു 2 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ വരുന്നത്. 0 പ്ലസ് 2 2 ആണെന്ന് നമുക്കറിയാം. സോ ആ പി ഓഫ് 0 2 ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ വേറൊരെണ്ണം പറയുവാണ്. 1 1 എടുക്കുക. പി ഓഫ് 1 1 നമ്മൾ എടുക്കുവാണെങ്കിൽ 1 പ്ലസ് 1 ഈക്വൽ ടു 2 അതും ട്രൂ ആണല്ലോ. അപ്പോൾ നമുക്കത് ട്രൂ ആണെന്ന് പറയാം. ഇനി 2 0 എടുത്താലും നമുക്കറിയാം എക്സിന് 2 വൈക്ക് 0 എടുത്തു. അപ്പോൾ 2 പ്ലസ് 0 ഈക്വൽ ടു 2 അതും ട്രൂ ആണ്. ഇനി നമുക്ക് 1ഉം 3യും കൂടെ എടുത്താൽ 1 പ്ലസ് 3 ഈക്വൽ ടു 2 ഫോൾസ് ആണ്. അപ്പോൾ പി ഓഫ് 1 3 ഫോൾസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് സമ്മ് 2 വരാത്ത ഏത് വേരിയബിൾസ് നമ്മൾ എക്സിനും വൈക്കും കൊടുത്താലും അതെല്ലാം ഫോൾസ് ആയിരിക്കും. അല്ലാത്തപ്പോൾ അത് ട്രൂ ആയിരിക്കും. എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 വരുന്നൊരു വാല്യൂസ് ആണ് നമ്മൾ എക്സിനും വൈക്കും കൊടുക്കുന്നതെങ്കിൽ പി ഓഫ് എക്സ് വൈ ട്രൂ ആയിരിക്കും. അല്ലാത്തപ്പം അത് ഫോൾസ് ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എത്ര വേരിയബിൾസിന് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾസിൻ്റെ പറഞ്ഞു. എക്സാമ്പിൾസ് അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇൻട്രഡക്ഷൻ പോലെ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 3 വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. 3 വേരിയബിൾസ് നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് പി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ 1 2 3 എന്നുള്ള വാല്യൂസ് എടുത്തു. 1 2 3 പി ഓഫ് 1 2 3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 3 എന്ന് അതിൻ്റെ മീനിങ്. പി ഓഫ് 1 2 3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 3. കാരണം പി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡ് എടുത്തേക്കട്ടെ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡ് നമ്മൾ എടുത്താൽ അതിൻ്റെ മീനിങ് എന്താണ്? പി ഓഫ് 1 2 3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 3. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി നമ്മൾ 2 3 5 എടുത്തു. 2 3 5 ഞാൻ ജസ്റ്റ് ആർബിട്രറി ആയിട്ട് വാല്യൂസ് പറയുന്നതാണ്. 2 3 5 എടുത്താൽ എന്താ വരുന്നത്? പി ഓഫ് 2 3 5. പി ഓഫ് 2 3 5 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 ഈക്വൽ ടു 5. അതും ട്രൂ ആണ്. അപ്പോൾ വാല്യൂസ് മാറുന്നതനുസരിച്ച് ഇത് ട്രൂവോ ഫോൾസോ ഒക്കെ വരാം. ഇനി നമ്മൾ 1ഉം 2ഉം 5ഉം എടുത്തു. പി ഓഫ് 1 2 5 ട്രൂ ആണോ? പി ഓഫ് 1 2 5 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 ഈക്വൽ ടു 5 ഫോൾസ് ആണ്. അപ്പം നമ്മൾ വാല്യൂസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡിൻ്റെ അകത്ത് എക്സിനും വൈക്കും ഇസഡിനും കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ പി ഓഫ് എക്സ് വൈ ഇസഡ് ട്രൂ ആണെന്ന് നമുക്ക് പറയാം. അല്ല എങ്കിൽ നമ്മൾ പറയും പി ഓഫ് എക്സ് വൈ ഇസഡ് ഫോൾസ് ആണ്. അപ്പം നമുക്ക് നോട്ട്ബുക്കിലോട്ട് നോക്കാം. അപ്പം നമ്മൾ പ്രെഡിക്കേറ്റ് എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എക്സ് എന്ന് പറയുന്നതിന് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഈസ് ഗ്രേറ്റർ ദാൻ 3യെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ വേരിയബിൾ ഉള്ള സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ പി ഓഫ് എക്സ് വെച്ചിട്ടാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. അതിൽ എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് പി ഓഫ് എക്സ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും. എക്സിന് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 3ക്കകത്ത് എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പോൾ 5 ആണ് കൊടുക്കുന്നത്. പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 ഈസ് ഗ്രേറ്റർ ദാൻ 3. പി ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 ഈസ് ഗ്രേറ്റർ ദാൻ 3. ഇപ്പം നമ്മൾ എക്സ് എന്നുള്ള വേരിയബിളിന് വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ആ പി ഓഫ് ആ പർട്ടിക്കുലർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിളിന് വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ അതൊരു പ്രൊപ്പോസിഷനായിട്ട് മാറും അല്ലേ. പ്രൊപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐദർ ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്.
ഇത് ട്രൂ ഓർ ഫോൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രപ്പോസിഷൻ. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3, പി ഓഫ് 3 എന്ന് പറയുന്നത് 3 ഗ്രേറ്റർ ദാൻ 3 ആ, ഫോൾസാ. അപ്പം പി ഓഫ് 4 എന്ന് പറയുന്നത് 4 ഈസ് ഗ്രേറ്റർ ദാൻ 3, ട്രൂ ആ. അപ്പം നമ്മൾ ആ ഒരു വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ അതിനെ പ്രൊപ്പോസ്. അപ്പോൾ പ്രെഡിക്കേറ്റിൻ്റെ അകത്ത് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോസിഷൻ ആയിട്ട് മാറും. കാരണം നമുക്ക് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അപ്പം ഓൾറെഡി നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെയാണ് ആദ്യം കിടക്കുന്നത്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 3. പി ഓഫ് 4 നമ്മൾ കിട്ടുന്നത് എങ്ങനെയാണ്? 4 ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 3ക്കകത്ത് 4 കൊണ്ടേക്ക് കൊടുക്കും. അപ്പോൾ അത് ട്രൂ ആണ്. പി ഓഫ് 2 എടുക്കുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ 3 ഫോൾസ് ആയതുകൊണ്ട് ഫോൾസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ എക്സ് ഈസ് അണ്ടർ അറ്റാക്ക് ബൈ എൻ ഇൻട്രൂഡർ എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. കമ്പ്യൂട്ടർ എക്സ് എന്നുള്ളതാണ് നമ്മുടെ വേരിയബിൾ അവിടെ വരുന്നത്. അപ്പം എക്സ് ഈസ് അണ്ടർ അറ്റാക്ക് ബൈ എൻ ഇൻട്രൂഡർ. അപ്പം ഈസ് അണ്ടർ അറ്റാക്ക് ബൈ ആൻ ഇൻട്രൂഡർ എന്നുള്ളതാണ് അതിന്റെ പ്രെഡിക്കേറ്റ് ഫോമിൽ വരുന്നത്. അപ്പം നമ്മൾ എ ഓഫ് എക്സ് എന്ന് പറയുമ്പം എക്സ് ഈസ് അണ്ടർ അറ്റാക്ക് ബൈ ആൻ ഇൻട്രൂഡർ. അപ്പോൾ നമ്മളൊരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് CX2 മാത്ത് 1 മാത്രമേ അറ്റാക്കിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ അല്ലാത്ത ഏതെടുത്താലും നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് ACS1, ACS2 ആൻഡ് A മാത്ത് 1. അപ്പോൾ ACX1 എന്ന് പറയുമ്പം കമ്പ്യൂട്ടർ CS1 ഈസ് അണ്ടർ അറ്റാക്ക് ബൈ ആൻ ഇൻട്രൂഡർ. പക്ഷെ CS1 അറ്റാക്കിൽ ഉള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് പറയാം. ഇനി ACS2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? CS2 എന്നുള്ള കമ്പ്യൂട്ടർ ഈസ് അണ്ടർ അറ്റാക്ക് ബൈ ആൻ ഇൻട്രൂഡർ. അത് അറ്റാക്കിൽ പെട്ട ഒരു കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ A മാത്ത് 1 എന്ന് പറഞ്ഞാൽ മാത്ത് 1 ഈസ് അണ്ടർ അറ്റാക്ക് ബൈ ആൻ ഇൻട്രൂഡർ എന്നാണ് നമുക്ക് പറയുന്നത്. അതായത് നമ്മൾ ആ എക്സിന് പകരം ആ വേരിയബിൾ നമുക്ക് ഉള്ള വാല്യൂ കൊടുക്കുക. ഇവിടെ മാത്ത് 1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് പറയുന്നത് മോർ ദാൻ 2 വേരിയബിൾസിന്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മോർ ദാൻ 2 വേരിയബിൾസ് ഉണ്ട് എങ്കിൽ നമുക്ക് 2 വേരിയബിൾസ്. അപ്പോൾ മോർ ദാൻ 1 വേരിയബിൾ ഉണ്ട് എങ്കിൽ നമുക്ക് 2 വേരിയബിൾസ്. അപ്പോൾ Q യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് P തന്നെ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. പ്രെഡിക്കേറ്റ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് P ഓഫ് എക്സ് വൈ എന്നോ Q ഓഫ് എക്സ് വൈ എന്നോ R ഓഫ് എക്സ് വൈ എന്നോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു y+3 എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന 1, 2 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട എന്താ? എക്സിന് 1ഉം വൈക്ക് 2ഉം കൊടുക്കുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകുന്നുണ്ട്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2 + 3 ട്രൂ ആണോ? അല്ല. അപ്പോൾ അത് ഫോൾസ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത 3, 0 എന്നുള്ള. അപ്പോൾ എക്സിന് 3ഉം വൈക്ക് 0യും കൊടുക്കുമ്പോൾ 3 ഈസ് ഈക്വൽ ടു 0 + 3 ട്രൂ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഏത് വേണമെങ്കിലും നമുക്ക് കൊടുത്തു നോക്കാം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. നമുക്ക് ഇതിനകത്ത് Q11 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. Q11 ഒന്ന് നോക്കിയേ, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. Q11 എടുക്കുമ്പം 1 ഈസ് ഈക്വൽ ടു 1 + 3 ഫോൾസ് ആണ്. ഇനി നമുക്ക് 03 എടുത്ത് നോക്കിയാലോ. Q03 എടുത്താൽ എന്താ വരുന്നത്? 0 ഈസ് ഈക്വൽ ടു 3 + 3 ഫോൾസ് ആണ്. ഇനി നമുക്ക് 21 എടുത്തിട്ടില്ല. 21 എടുത്ത് നോക്കാം. 2 ഈസ് ഈക്വൽ ടു 1 + 3 ഫോൾസ് ആണ്. അപ്പോൾ 1, 2 ട്രൂ ആയിരുന്നു, പക്ഷെ 21 ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പല നമ്പേഴ്സ് മാറുന്നതനുസരിച്ച് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് മാറുന്നതനുസരിച്ച് ഇത് ട്രൂവോ ഫോൾസോ ആയി വരാം. ക്ലിയർ അല്ലേ അത്? അപ്പോൾ 2 വേരിയബിൾസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അത് 2 എണ്ണം തന്നിട്ടുണ്ട്. ഞാൻ 2-3 എണ്ണം കൂടെ പറയുകയും ചെയ്തു. ഇനി അടുത്തത് ലെറ്റ് CN ഡിനോട്ട് ദ സ്റ്റേറ്റ്മെന്റ് കമ്പ്യൂട്ടർ C ഈസ് കണക്റ്റഡ് ടു നെറ്റ്വർക്ക് N. അപ്പോൾ സിയും എന്നും 2 വേരിയബിൾസ് ആണ്. അപ്പോൾ A ഓഫ് CN എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ C ഈസ് കണക്റ്റഡ് ടു നെറ്റ്വർക്ക് N ആണ്. where C is a variable representing a computer and N is a variable representing a network. എന്നിട്ട് നമ്മുടെ ഒറിജിനലി എന്താണുള്ളത് തന്നിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് കമ്പ്യൂട്ടർ മാത്ത് 1 ഈസ് കണക്റ്റഡ് ടു ക്യാമ്പസ് 2 ആൻഡ് നോട്ട് ടു ക്യാമ്പസ് 1. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് മാത്ത് 1 ക്യാമ്പസ് 1 ആൻഡ് മാത്ത് 1 ക്യാമ്പസ് 2? അപ്പം മാത്ത് 1 കണക്ട് ചെയ്തേക്കുന്നത് എങ്ങോട്ടാണ്? ക്യാമ്പസ് 2ലോട്ടാണ്. അപ്പം മാത്ത് 1 ക്യാമ്പസ് 2 അല്ലേ ട്രൂ ആവുള്ളൂ. A ഓഫ് മാത്ത് 1 ക്യാമ്പസ് 2 ട്രൂവും A ഓഫ് മാത്ത് 1 ക്യാമ്പസ് 1 ഫോൾസും ആയിരിക്കും. അത് ക്ലിയർ അല്ലേ? നോക്കിയെന്ന് വായിച്ചു നോക്കി. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ A മാത്ത് 1 ക്യാമ്പസ് 1 എന്ന് പറയുമ്പോൾ മാത്ത് 1 ഈസ് കണക്റ്റഡ് ടു നെറ്റ്വർക്ക് ക്യാമ്പസ് 1 എന്നുള്ളതാണ്. അത് ഫോൾസ്. കാരണം മാത്ത് 1 ഈസ് കണക്റ്റഡ് ടു ക്യാമ്പസ് 2 ആയിരുന്നു.
ഇനി നമുക്ക് പറയുന്നത് ഇത് 3 വേരിയബിൾസ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, നമുക്ക് എത്ര വേരിയബിൾസിൽ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. 3 വേരിയബിൾസിൻ്റെ കേസ് എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആർ ഓഫ് എക്സ് വൈ സെറോ, പി ഓഫ് എക്സ് വൈ സെറോ, ക്യൂ ഓഫ് എക്സ് വൈ സെറോ എന്ത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ ജനറൽ നമുക്കിത് n വേരിയബിൾസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. അപ്പം പി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് എൻ, n വേരിയബിൾസ് ഉള്ളപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് എൻ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, അതിന് നമ്മൾ പ്രൊപ്പോസിഷണൽ ഫംഗ്ഷൻ പി അറ്റ് ദ എൻ ട്യൂപ്പിൾ എക്സ് വൺ എക്സ് ടു എക്സ് എൻ. അപ്പോൾ നമ്മൾ ഓർഡേഡ് പെയർ, നമ്മൾ 2 വേരിയബിൾസ് ഉള്ളപ്പോൾ ഓർഡേഡ് പെയർ എന്ന് പറയും, 3 വേരിയബിൾസ് ഉള്ളപ്പം 3 ട്യൂപ്പിൾ എന്ന് പറയും, 4 ഉള്ളപ്പം നമ്മൾ 4 ട്യൂപ്പിൾ. അപ്പോൾ n നമ്പേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ n ട്യൂപ്പിൾ എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫോം പി ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് എൻ is the value of the propositional function p at the n tuple x1, x2, etc. xn. And p is also called the n-place predicate എന്ന് നമ്മൾ പറയാറുണ്ട്. n-ary അല്ലെങ്കിൽ n-place predicate എന്നും പറയും. n-ary predicate or n-place predicate. n വേരിയബിൾസ് ഉള്ളപ്പോൾ നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്ന n-ary predicate or n-place predicate എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ 3 വേരിയബിൾസിൻ്റെ ഒരു എക്സാമ്പിളാണ് തന്നേക്കുന്നത്. വാട്ട് ആർ ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് ദ പ്രൊപ്പോസിഷൻ r1, 2, 3 and r01 where r of xy z denote the statement x plus y equal to z. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇസഡാണ്. അപ്പോൾ നമ്മൾ 1, 2, 3 എന്ന് പറയുമ്പം എക്സിന് 1, വൈക്ക് 2, ഇസഡിന് 3 കൊടുക്കണം. അപ്പോൾ അത് 1 + 2 = 3 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ട്രൂ ആണ്. അപ്പം നമുക്ക് ആർ ഓഫ് 1, 2, 3 ട്രൂ എന്ന് പറയാം. ഇനി ആർ ഓഫ് 0, 0, 1 എന്ന് പറയുമ്പോൾ എന്താ, 0 + 0 = 1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അത് ഫോൾസ് ആണെന്ന് അറിയാം. ഇനി ആർ ഓഫ് 0, 0, 0യോ അത് തന്നിട്ടില്ല. ആർ ഓഫ് 0, 0, 0 നമ്മൾ നോക്കുവാണെങ്കിൽ 0 + 0 = 0, അത് ട്രൂ ആണ്. ഇനി 1 ഇനി നമുക്ക് 1, 1, 2 നമ്മളെടുത്തു. 1, 1, 2 നമ്മൾ എടുക്കുവാണെങ്കിൽ 1 + 1 = 2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് ട്രൂ ആണ്. അപ്പം നമുക്ക് ഏത് വാല്യൂസ് കൊടുത്താൽ ഇത് ട്രൂ ആണോ ഫോൾസ്, എക്സിനും വൈക്കും ഇസിനും 3നും വാല്യൂസ് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. 3നും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ അപ്പം അത് ആർ ഓഫ് 1, 2, 3 ഇപ്പം നമ്മൾ 1ഉം 2ഉം = 3 എന്നുള്ളതാണ്. അപ്പം നമ്മൾ 3 വേരിയബിൾസിനും വാല്യൂസ് കൊടുത്താൽ അതൊരു പ്രൊപ്പോസിഷനായിട്ട് മാറും. അപ്പോൾ നമുക്കത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും അല്ല. ആ ടൈപ്പ് അധികം നമുക്ക് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ടൈപ്പുള്ള എക്സാമ്പിൾസ് അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ഞാൻ ഒരെണ്ണം തന്നു എന്നുള്ളതേ ഉള്ളൂ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നുള്ള. അവിടെ അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതിന് നമ്മളവിടെ പ്രെഡിക്കേറ്റ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ പി ഓഫ് 2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, അത് ട്രൂ ആണെങ്കിലേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പം നമ്മൾ എക്സ് ഈക്വൽ ടു 2, ഇപ്പോൾ പി ഓഫ് 2 ആണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ പി ഓഫ് 2 എടുത്ത് കഴിയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 2 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അത് ട്രൂ ആണ്. അപ്പം എക്സ് എന്ന് പറയുന്നത് 2 + 1 3 ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ സെക്കൻഡ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അല്ല എങ്കിൽ ഇത് ആ വാല്യൂ തന്നെ നിൽക്കും. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പി ഓഫ് എക്സ് ഇസ് ട്രൂ ഫോർ ദിസ് വാല്യൂ ഓഫ് എക്സ്. ദ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഈസ് എക്സിക്യൂട്ട്. അപ്പോൾ 2 ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ -1 ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തില്ല. കാരണം -1 ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പം അത് അതുപോലെ നിൽക്കും, ആ വാല്യൂ അതുപോലെ നിൽക്കും. അല്ല എങ്കിൽ ഒരു വാല്യൂ കൂടിപ്പോകും. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. So the value of x is increased by 1. If p of x is true, then the statement x is equal to x plus 1 is executed and x is increased by 1. If p of x is false, അതായത് -1, ഇപ്പോൾ p of -1 ഒക്കെ ആണെങ്കിൽ അത് ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ചേഞ്ച് ഇല്ലാതെ നിൽക്കും. ഇത്രയാണ് നമുക്ക് പ്രെഡിക്കേറ്റിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ക്വാണ്ടിഫയേഴ്സ് എന്നുള്ളതാണ്. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരം ക്വാണ്ടിഫയേഴ്സാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും ഉണ്ട്, യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും ഉണ്ട്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, യൂണിവേഴ്സലി അത് ട്രൂ ആണ്. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുവാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ പറയുവാണെങ്കിൽ ആ പ്രൊപ്പോസിഷൻ അപ്പം നമ്മൾ പി ഓഫ് എക്സ് എന്നൊരു പ്രെഡിക്കേറ്റ് നമ്മളെടുത്തു. ഇപ്പോൾ പി ഓഫ് എക്സ് എന്നുള്ള പ്രെഡിക്കേറ്റ് നമ്മൾ എടുക്കുന്ന ആ ഡൊമൈനിൽ മൊത്തം ട്രൂ ആണെങ്കിൽ, ഡൊമൈനിലെ എല്ലാ വാല്യൂസിനും ട്രൂ ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ എക്സ് ഇൻ ദിസ് ഡൊമൈൻ.
ഫോർ ഓൾ എക്സ് ഇൻ ദിസ് ഡൊമൈൻ പി ഓഫ് എക്സ് ട്രൂ ആണെങ്കിൽ നമ്മളതിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർ ഓൾ എന്നുള്ള നൊട്ടേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു പർട്ടിക്കുലർ ഡൊമൈനിൽ ആ പ്രെഡിക്കേറ്റ് മൊത്തം ട്രൂ ആണെങ്കിൽ നമ്മൾ അതിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. അപ്പം ആ ഡൊമൈനിൽ മൊത്തം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എങ്കിൽ നമുക്ക് അതിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. അതിന് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് എങ്കിലും സാറ്റിസ്ഫൈ, എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷെ ഒന്നോ രണ്ടിനോ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണത്തിനെങ്കിലും ഡൊമൈനിലെ ഒറ്റ സ്റ്റേറ്റ്മെന്റിനെങ്കിലും ട്രൂ ആണ് എങ്കിൽ നമ്മൾ ദെയർ എക്സിസ്റ്റ് എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം ദെയർ എക്സിസ്റ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഡെഫിനിഷനൊക്കെ പറയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ട് തരം ക്വാണ്ടിഫയേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്, യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും. ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും പി ഓഫ് എക്സ് ട്രൂ ആണ് എങ്കിൽ നമ്മൾ അതിനെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡൊമൈനിലെ ഒന്നോ രണ്ടോ പോയിന്റ്സ് അല്ലെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും ട്രൂ ആണ്, പക്ഷെ എല്ലാത്തിനും ട്രൂ അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദെയർ എക്സിസ്റ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷനിലോട്ട് പോകാം. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുമ്പം ഒരു എക്സ്റ്റെൻഡ് ആണ് നമ്മൾ പറയുന്നത്. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാനുള്ളൊരു എക്സ്റ്റെൻഡ് ആണ്. എല്ലാത്തിനും ട്രൂ ആണെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്യും. അതായത് ഒരു പ്രെഡിക്കേറ്റ് നമ്മൾ ആ പറയുന്ന ഡൊമൈനിൽ മൊത്തം ട്രൂ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അത് യൂണിവേഴ്സൽ ക്വാണ്ടിഫൈ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുവാണ്. പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 വരുന്ന നമ്പേഴ്സേ ഉള്ളൂ. അപ്പം പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പറയുവാണ് പി ഓഫ് എക്സ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. നമുക്കറിയാം സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവേ വരുള്ളൂ. അപ്പം നമ്മൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് ട്രൂ ആയിരിക്കും. എല്ലാ എക്സിനും ട്രൂ അല്ലേ? പി ഓഫ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രെഡിക്കേറ്റ് നമ്മൾ എടുക്കുന്നത് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 നമ്മുടെ ഡൊമൈൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ പറയേണ്ട ഒരു കൃത്യമുണ്ട്, നമ്മൾ ഒരു പ്രെഡിക്കേറ്റ് പറയുമ്പോൾ ആ പ്രെഡിക്കേറ്റ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡൊമൈനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഡൊമൈൻ ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് എപ്പോഴും ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം അപ്പോൾ അവിടെ നമുക്ക് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ആ ഡൊമൈനിലെ എല്ലാ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് പ്രെഡിക്കേറ്റ് പി ഓഫ് എക്സ് ട്രൂ ആണ്. ഇനി അതിന് പകരം നമ്മൾ എടുക്കുന്നത് എല്ലാ ഇൻഡിജേഴ്സും നമ്മൾ എടുക്കുകയെന്ന് വിചാരിക്കുക. ഡൊമൈൻ ആയിട്ട് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ഡൊമൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രം കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത് പറയുവാണ് അതേ സെയിം പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ്. പക്ഷെ ഡൊമൈൻ ആയിട്ട് നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എടുക്കുക. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എടുത്താൽ നമുക്ക് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡിജേഴ്സിനും എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണോ? അല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 എടുത്താൽ 0യുടെ സ്ക്വയർ 0യാ, അത് ഗ്രേറ്റർ ദാൻ 0 ആകുന്നില്ല. അപ്പം 0 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം പി ഓഫ് എക്സ് എല്ലാത്തിനും ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 0ക്ക് ഇത് ട്രൂ അല്ല. അപ്പം 0 എന്നുള്ള ഒറ്റ ഒരെണ്ണത്തിനെ ട്രൂ അല്ലാത്തുള്ളൂ, പക്ഷെ ഒരെണ്ണത്തിന് ട്രൂ അല്ല. അപ്പം നമ്മൾ ഡൊമൈന് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എടുത്താൽ നമുക്ക് അത് ഫോൾസ് ആവുന്ന ഒരു എലമെന്റ് എങ്കിലും ഉണ്ട്. അതായത് എക്സ് ഈക്വൽ ടു 0 എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള പ്രെഡിക്കേറ്റ് നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിന് എടുത്താൽ 0യിൽ അത് ട്രൂ അല്ല. അപ്പോൾ 0യിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പക്ഷെ ബാക്കി എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫോർ ഓൾ എക്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പം യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ പറ്റത്തില്ല. എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ നമ്മൾ ഫോർ ഓൾ എന്നുള്ള നൊട്ടേഷൻ, ഫോർ ഓൾ എന്ന് പറയുമ്പോൾ വി എഴുതിയിട്ട് നമ്മളിങ്ങനെ ഒരു വര വരയ്ക്കുന്നതാണ് നൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എക്സ് ഡൊമൈൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എക്സ് സ്ക്വയറും ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ രണ്ടാമത് പറഞ്ഞ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ഇൻഡിജേഴ്സ് ആയിരുന്നു.
ഇൻഡിജേഴ്സ് വരുമ്പം സീറോയുടെ സ്ക്വയർ 0 ആണ്, ഗ്രേറ്റർ ദാൻ 0 അല്ല. അപ്പോൾ 0 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒറ്റ എലമെന്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ആ 0യെ നമുക്കൊരു കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയാം. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരെണ്ണത്തിനെയാണ് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ കേസിൽ 0 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം ആ ക്വാണ്ടിഫിക്കേഷൻ പോസിബിൾ അല്ല, യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ നമുക്ക് പറ്റത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആ 0 എന്നുള്ള എക്സാമ്പിൾ കൊടുത്താൽ മതി. അപ്പോൾ 0 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ പോസിബിൾ അല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ 0യെ അതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പം ഒരു ക്വാണ്ടിഫിക്കേഷൻ സാറ്റിസ്ഫൈ, നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ നമ്പർ എടുത്തിട്ട് നമ്മളിത് കാണിച്ചാൽ മതി, അല്ലാതെ ഓരോന്നും ലിസ്റ്റ് ചെയ്യേണ്ട. ആ ജസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്ത ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ട് ഇത് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ പോസിബിൾ അല്ല എന്ന് കാണിച്ചാൽ മതി. മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണെങ്കിലും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ, എക്സിസ്റ്റൻഷ്യൽ ഞാൻ അടുത്ത ദിവസം എടുക്കുന്നതേ ഉള്ളൂ, 2 ക്വാണ്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഡൊമെയിൻ സ്പെസിഫൈ ചെയ്യണം. ഡൊമെയിൻ ഉണ്ടെങ്കിൽ ആ ഡൊമെയിൻ്റെ അകത്ത് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പി ഓഫ് എക്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് എടുത്തു. അപ്പം നമ്മൾ എക്സ് ഇൻഡിജേഴ്സ് എടുത്തപ്പോൾ അത് ഫോൾസാണ്, കാരണം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ അല്ല. ഫോർ യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇസ് ട്രൂ, ഫോർ ഓൾ എക്സ് ഇൻ ദ ഡൊമെയിൻ, നമ്മൾ ആ പറയുന്ന ഡൊമെയിനിൽ എല്ലാത്തിനും പി ഓഫ് എക്സ് ട്രൂ ആണെങ്കിൽ നമുക്ക് അവിടെ യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എടുക്കുകയാണെങ്കിൽ 0 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറയും 0 അതിനൊരു കൗണ്ടർ എക്സാമ്പിളാണ്, 0 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ അല്ല. ഏതെങ്കിലും ഒരെണ്ണം, ഫോർ ഓൾ എക്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ട്രൂ ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ അല്ല എങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പി ഓഫ് എക്സ് ട്രൂ ആ. അപ്പോൾ നമ്മുടെ ഡൊമെയിൻ മാറുന്നതനുസരിച്ച് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നുള്ള ട്രൂവോ ഫോൾസോ ആകാം. അതാണ് അവിടെ പറഞ്ഞത്. ഞാൻ 2 എക്സാമ്പിൾ അതിന് വേണ്ടിയാണ് കാണിച്ചേക്കുന്നത്. അതിന് എക്സാമ്പിൾ നോട്ട്ബുക്കിൽ തന്നിട്ടില്ല, അത് വരുന്നതേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി ഓഫ് എക്സ് നമുക്ക് ട്രൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഡൊമെയിനി എല്ലാത്തിനും സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ ഫോർ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുക്കുവാണെങ്കിൽ പി ഓഫ് എക്സ് ട്രൂ ആണ്. പി ഓഫ് എക്സ് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് കേട്ടോ, പി ഓഫ് എക്സ് മാറുന്നതനുസരിച്ച് ഡൊമെയിനും മാറിക്കൊണ്ടിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുത്തപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണ്. പക്ഷേ നമ്മൾ അതേ സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എടുത്താൽ ആ ഡൊമെയിൻ കറസ്പോണ്ടിങ് ആയിട്ട് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ അല്ല. അവിടെ 0 എന്ന് പറയുന്ന ഒരു കൗണ്ടർ എക്സാമ്പിളായിട്ട് ആക്ട് ചെയ്യുന്നു, 0 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ റിമാർക്കിൽ പറയുന്നൊരു കാര്യം, നമ്മൾ ഡൊമെയിൻ എപ്പോഴും നോൺ എം ടി ആണെന്നൊരു അസംഷനിലാണ് നമ്മൾ പറയുന്നത്. ഡൊമെയിൻ എം ടി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ട്രൂ ആയിരിക്കും, കാരണം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഫോർ ഓൾ എക്സ് ഇൻ ദ ഡൊമെയിൻ പി ഓഫ് എക്സ് ഈസ് ട്രൂ. അപ്പം ഡൊമെയിനിൽ ഒന്നും ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ലേ, കാരണം ഡൊമെയിനിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഫോൾസ് ആവുന്നുള്ളൂ. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് പറയുമ്പോൾ ആ ഡൊമെയിനിലെ എല്ലാ എക്സിനും ഇത് ട്രൂ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താ, ഡൊമെയിനിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ആരുമില്ല. അപ്പം ഡൊമെയിൻ എം ഡി സെറ്റ്, ഇപ്പം നമ്മൾ പറയുവാണ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് എം ഡി സെറ്റിനാണ് നമ്മൾ പറയുന്നതെങ്കിൽ എം ഡി സെറ്റിലെ എല്ലാ എലമെൻറ്റും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കാരണം സാറ്റിസ്ഫൈ ചെയ്യാത്ത ആരുമില്ല. അതായത് വാക്വസ്ലി ട്രൂ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ, കാരണം ആ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാത്ത എന്തെങ്കിലും ഡൊമെയിനിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഫോർ ഓൾ എക്സിൻ്റെ കേസിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ. ഇപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ ആണ് ഫോർ ആൻ എം ഡി സെറ്റ്, കാരണം ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒന്നും ഇല്ല. സാറ്റിസ്ഫൈ ചെയ്യാത്ത എന്തെങ്കിലും ആ ഡൊമെയിനിൽ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് അവിടെ എക്സാമ്പിൾ റിമാർക്കിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡൊമെയിൻ നോൺ എം ടി എന്നാണ് സാധാരണ എടുക്കുന്നത്. ഡൊമെയിൻ എം ടി ആണെങ്കിൽ അത് ഓൾവേസ് ട്രൂ ആയിരിക്കും. ഡൊമെയിൻ ഈസ് എം ടി, ദെൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. അത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നാണ് ആ നൊട്ടേഷൻ വായിക്കേണ്ടത് കേട്ടോ. അപ്പം ആരുമില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ട്രൂ ആയിട്ട് മാറും, കാരണം അത് ഫോൾസ് ആവുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് പോലും ഇല്ല. പിന്നെ ഫോർ ഓളിന് പകരം നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളാണ് ഫോർ എവരി അല്ലെങ്കിൽ ഫോർ എനി, ഓൾ ഓഫ് എന്നൊക്കെ. പക്ഷെ ഫോർ എനി എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുത്തുന്നത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോർ ഓൾ അല്ലെങ്കിൽ ഫോർ എവരി, അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫോർ ആർബിട്രറി, ഫോർ ഈച്ച് എന്നൊക്കെ വരും. പക്ഷേ നമ്മൾ അത് അത്രയും യൂസ് ചെയ്യുന്നത്, നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോർ ഓളും ഫോർ എവരി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഈച്ചും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഫോർ എനി എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരുത്തുന്നതുകൊണ്ട് നമ്മൾ അത് അധികം യൂസ് ചെയ്യാറില്ല.
പിന്നെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അതായത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് വരുന്ന എപ്പോഴാണ് ആ ഡൊമെയിനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യാതെ വരും. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സിനും, ഡൊമെയിനിലെ എല്ലാ എക്സിനും പി ഓഫ് എക്സ് ട്രൂ എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം അവിടെ സാറ്റിസ്ഫൈ ചെയ്യാതെ വരുവാണെങ്കിൽ നമ്മൾ പറയും ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണ്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആണ് എന്ന് പറയുമ്പം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ആ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി.